ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ പേര് അതുൽ രാജ്. ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നത് ചത്ത പച്ച എന്ന് പറയുന്ന പുതിയൊരു മൂവി വന്നായിരുന്നു. പടത്തിന്റെ റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലായിട്ട് പോയേക്കാം. പടത്തെ കുറിച്ച് ആദ്യം തന്നെ പറയാനുള്ളത് ഒരു പക്ക ഇടി, അതായത് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്, അങ്ങനെയൊക്കെ മസ്റ്റ്, അങ്ങനത്തെ ടൈപ്പ് മൂവീസ് വാച്ച് ചെയ്യാൻ വരുന്ന ടൈപ്പ് ഓഡിയൻസ് ആണെങ്കിൽ നല്ലപോലെ വർക്കാവും. അങ്ങനത്തെ ടൈപ്പ് മൂവിയാണിത്. നല്ലപോലെ നല്ലപോലെ തിയേറ്റർ എക്സ്പീരിയൻസ്, നല്ല അതുപോലത്തെ ക്രൗഡിന്റെ ഇടയിൽ നിന്ന് നമ്മൾ കാണുകയാണെങ്കിൽ നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു മൂവിയാണിത്. കണ്ടന്റ് എങ്ങനെയാണോ ആ കണ്ടന്റിനെ ഉൾക്കൊള്ളിച്ചും കിട്ടില്ല മേക്കിങ്ങും വിഷ്വൽസും പിന്നെ കോസ്റ്റ്യൂമും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം വെച്ചൊരു കിടുക്കാച്ചി പടം എന്ന് പറയാനുള്ളത്. ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ പടം കണ്ടുവന്ന് ഞാൻ സത്യം പറഞ്ഞ ഇപ്പൊ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചല്ല ഇത്. ഞാനത് ഇന്ന് കണ്ടിട്ട് നാളെ രാവിലെ എന്ത് ചെയ്യാന്ന് വെച്ചു. പക്ഷെ ആ പടം കണ്ടിട്ട് ആ കിട്ടി നിൽക്കാണ്. അതോടെ ആ ചൂടോടെ വന്നാണ് ചെയ്തേക്കാന്ന് ഓർത്ത് ഞാൻ വന്ന് ചെയ്തേക്കാണ്. ഇതിന്റെ പടത്തെ പറ്റി പറയാനുള്ളത്, പിന്നെ പറയാനുള്ളത്, ഇത് പക്ക ഒരു മാസ് ഇടി അങ്ങനത്തെ പശ്ചാത്തലത്തിൽ തന്നെ ഒരു പടമാണ്. എല്ലാ തരത്തിലുള്ള ഓഡിയൻസിന് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയാനുള്ള. അതേ ടൈപ്പ് പടമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ഏജ് കാറ്റഗറി കൂടാതെ അതേ ടൈപ്പ് മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കാണെങ്കിൽ നല്ലപോലെ കണക്ട് ആവും. പടത്തിൽ പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള കുറെ കാസ്റ്റ് ആൻഡ് ക്രൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിൽ ആദ്യം തന്നെ എടുത്ത് പറയാനുള്ള ടെക്നിക്കൽ ഒരു സൈഡാണ്. ടെക്നിക്കൽ സൈഡ് ആദ്യം പറയുന്നത് ഡയറക്ടർ അദ്വൈത് നായരാണ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്ക്രീൻ പ്ലേ സനൂപ് തൈക്കൂടമാണ് സ്ക്രീൻ പ്ലേ. ഒരു രക്ഷയില്ലാത്ത സ്ക്രീൻ പ്ലേ ആയിരുന്നു. ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം. അത് ഓരോ ഫ്രെയിംസ് ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറിയും അദ്വൈത് നായർ തന്നെയാണ് സ്റ്റോറിയും ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫി ആനന്ദ് സി ചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സിനിമാറ്റോഗ്രാഫി. ഇതിന്റെ പൊന്നൊരു രക്ഷയില്ല. എഡിറ്റഡ് ബൈ പ്രവീൺ പ്രഭാകരാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരിക്കുന്നത് മുജീബ് മജീദാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. രക്ഷയുള്ള സുനിൽ ദാസ് ആണ് ആർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വർക്കാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെൽവിൻ ജെ ആണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കോസ്റ്റ്യൂമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന ഡിസൈനിങ്ങിനുള്ള കോസ്റ്റ്യൂം ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത കോസ്റ്റ്യൂമാണ് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും അടിപൊളിയായിട്ടാണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനേക്കാട്ട് എല്ലാത്തേക്കും ഉപരി സ്റ്റണ്ട്, കലേ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഈ പടത്തിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സ്റ്റണ്ടാണ്. ഫൈറ്റ് സീനാണ് ഏറ്റവും കൂടുതലായിട്ട് സിനിമയെ തന്നെ മൊത്തത്തിൽ കൊണ്ടുപോകണം. അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്ന സ്റ്റണ്ട്. പറയാനുള്ളത് ഈ വ്യക്തിയാണ്, കലേ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സ്റ്റണ്ട് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത സ്റ്റണ്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. കാസ്റ്റിംഗ് ലിസ്റ്റാണ് പറയുന്നത്. ഇഷാൻ ഷൗക്കത്ത്, അർജുൻ അശോകൻ, വിശാഖ് നായർ, റോഷൻ മാത്യു, സിദ്ദിഖ്, അങ്ങനെ നടക്കുന്ന കുറെ ഒട്ടനവധി പേരാണ് കാസ്റ്റ് ആൻഡ് ക്രൂവിൽ വരുന്നത്. പിന്നെ ഈ പടത്തെ പറ്റി എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഈ പടം കാണാൻ പോകുന്ന ഒരു വ്യക്തി, അതായത് സ്റ്റണ്ടും കാര്യങ്ങളും അത്യാവശ്യം ഇഷ്ടപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ്. അതായത് നമ്മള് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് കാണുന്ന ടൈപ്പ് മൂവീസ് അങ്ങനെയൊക്കെ വാച്ച് ചെയ്യുന്ന ടൈപ്പ് ഒരാളാണെങ്കിൽ നല്ലപോലെ വർക്കാവുന്ന ടൈപ്പ് ഒരു മൂവിയാണിത്. ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റണ്ട് സിനിമയ്ക്ക് വേണ്ട എന്താണ്, ആ സ്റ്റണ്ട് സീന് കാണിക്കുമ്പോഴും അല്ലെങ്കിൽ അതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ കൂടുതലും ആ സിറ്റുവേഷനിലായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്ത് ഇരിക്കാന്നൊക്കെ പറയല്ലേ, ആ ഒരു ശരിക്കും ആ ഒരു അവസ്ഥയാണ് എനിക്ക് ആ തിയേറ്ററിൽ നിന്ന് ഉണ്ടാക്കി. എനിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക ആ ഒരു കാറ്റഗറിയിലുള്ള സിനിമ ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് കണ്ടവർക്ക് നല്ലപോലെ വർക്കായ ടൈപ്പ് ഒരു മൂവിയാണ് ഇത്. ഞാൻ ഈ പടത്തെ പേരിന് ഓവറായിട്ടൊന്നും പറയില്ല ഗൈസ്.